ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ നമ്മുടെ മുൻഷി ഫുൾ ഓണാണ്, ഫയറാണ്, എന്തൊക്കെയോ ആണ്. എന്തായാലും ഇപ്പോൾ അനുമോളുടെ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുവാണ്. അതായത് സാരി കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഷർട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെയാണ് സാരി കൊടുത്തിട്ടുള്ളത്. ഇതെനിക്ക് ബിഗ് ബോസ് തന്നിട്ടുള്ള ഒരു ടാസ്ക്കാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കൺഫെഷനുമായിട്ട് വരെ വിളിപ്പിച്ചോ? ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ബാക്കിയുള്ള കണ്ടസ്റ്റൻസും കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും പുള്ളിയുടെ പട്ടിഷോയാണ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഓൾറെഡി സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വിഷമത്തിൻ്റെ പുറത്താണ് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അയ്യോ പാവമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്. അപ്പം മുൻഷി വന്ന് അനുമോളോട് പറയുന്നുണ്ട്, ഇതൊരു സീക്രട്ട് ടാസ്ക്കാണ്, നീ ആരോടും പറയരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യം തന്നെ അതിൽ ചോദിക്കുന്നുണ്ട്, ഇടി ഇത് നിൻ്റെ സാരിയല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് ഇത് എൻ്റെ സാരി ഒന്നുമില്ല, ആര് പറഞ്ഞ എൻ്റെ സാരിയാണെന്ന്, നീ ചുമ്മാ കള്ളം പറയില്ല കേട്ടോ, നുണച്ചി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് അനുമോൾക്ക് ഇഷ്ടം വരുത്തില്ല. ഞാൻ നുണച്ചൊന്നുമില്ല കേട്ടോ, ചുമ്മാ അനാവശ്യ കാര്യങ്ങളൊന്നും പറഞ്ഞേക്കലെന്ന് പറഞ്ഞ് അത് പൊട്ടിക്കുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസ് പുള്ളിക്കൊരു ടാസ്ക് കൊടുത്താണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സാരി കൊടുത്തത് എന്നുള്ള രീതിയിൽ ആ ഒരു സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ അത് കുളമാക്കി കൊടുത്ത അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സീക്രട്ട് ടാസ്ക് ആകാനുള്ള ചാൻസ് കുറവാണ്. പുള്ളി എങ്ങനെയൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ഇത് ഇത്രയും കാണിച്ചിട്ടും പുള്ളീനെ അത് എപ്പിസോഡിലും കൂടെ അത് കാണിച്ചില്ലെന്ന് പറഞ്ഞാലൊന്ന് ഓർത്ത് വയ്ക്കുക, അവസ്ഥ എന്താണുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മുൻഷി എപ്പിസോഡിൽ മുൻഷിയുടെ വീർതിത്തരങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കട്ടെ എന്നുള്ളത്.